മോനെ, നിങ്ങളുടെ കയ്യിൽ ഇതിലും വലുതൊന്ന് കാണുമോ? എനിക്ക് ഹജ്ജിനു വേണ്ടി മക്കയിൽ പോവാനാണ്. തകർന്നു വീണ ഒരു ഡ്രോൺ ക്യാമറ കയ്യിൽ പിടിച്ചുകൊണ്ട് ആ വൃദ്ധനായ മനുഷ്യൻ വിതുമ്പിക്കൊണ്ട് ഈ ചോദ്യം ചോദിക്കുമ്പോൾ അയാൾ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല തൻ്റെ ജീവിതത്തിൽ ഒരു മഹാത്ഭുതം സംഭവിക്കാൻ പോവുകയാണെന്ന്. സംഭവം നടക്കുന്നത് 2017 ആഫ്രിക്കയിലെ ദരിദ്ര രാജ്യമായ ഘാനയിലാണ്. തുർക്കിയിലെ ഒരു ന്യൂസ് ഏജൻസിയായ TRT അവരുടെ ഒരു ഡോക്യുമെൻ്ററി ഷൂട്ടിൻ്റെ ഭാഗമായിട്ടാണ് ഘാനയിലെത്തുന്നത്. ചിത്രീകരണത്തിനിടെ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു ഡ്രോൺ ക്യാമറ അതിൻ്റെ കൺട്രോൾ നഷ്ടപ്പെട്ട് എവിടെയോ വീണു പോവുകയാണ്. ലൊക്കേഷനൊക്കെ ട്രേസ് ചെയ്ത് ജേർണലിസ്റ്റുകൾ അത് തിരഞ്ഞെത്തുന്നത് ഒരു ചെറ്റക്കുടിലിൻ്റെ മുന്നിലേക്കാണ്. അവിടെ തൻ്റെ വീടിൻ്റെ മുന്നിൽ വന്ന് പതിച്ചിരിക്കുന്ന എന്തോ ഒരു ഉപകരണം, അതെന്താണെന്ന് പോലും അറിയാതെ ആ വീട്ടുടമസ്ഥൻ ആ സാധനം തിരിച്ചും മറിച്ചും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ജേർണലിസ്റ്റുകൾ ചെന്നപ്പോൾ ആ സാധനം തിരിച്ചു കൊടുത്തുകൊണ്ട് ആ മനുഷ്യൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്: മോനെ, ഇതിലും വലുതൊന്ന് കിട്ടുമോ? എനിക്ക് ഹജ്ജ് ചെയ്യാൻ വേണ്ടി മക്കയിൽ പോവാനാണ്. വിമാനമാണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുകയായിരുന്നു ആ പാവം. അത് വിമാനമല്ല, ക്യാമറയാണ് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ആ ജേർണലിസ്റ്റ് അവിടെ നിന്ന് തിരിച്ചു പോരുന്നുണ്ടെങ്കിലും ഹസൻ അബ്ദുള്ള എന്ന വൃദ്ധനായ മനുഷ്യനും അയാളുടെ നിഷ്കളങ്കമായ ചോദ്യവും അയാളുടെ മനസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയിരുന്നില്ല. ഹസൻ അബ്ദുള്ളയുടെ ചിത്രമടക്കം അയാൾ നടന്ന സംഭവമെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുന്നു. ലോകം മുഴുവനും അയാളുടെ ആ കണ്ണീരിന് മുന്നിൽ വീണു പോവുകയാണ്. അയാളെ ഹജ്ജിന് കൊണ്ടുപോകാൻ വേണ്ടി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ തയ്യാറാണെന്ന് അറിയിച്ചു കൊണ്ടുവരുന്നു. പക്ഷേ തുർക്കി ഗവൺമെൻറ് തന്നെ 2017 അതേ വർഷം അയാളെ ഹജ്ജിന് കൊണ്ടുപോവുകയാണ്. നിരന്തരമായ പ്രാർത്ഥനകൾക്കപ്പുറത്തേക്ക് ഹജ്ജ് എന്ന മഹാസ്വപ്നം തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് സ്വപ്നം പോലും കാണാനാവാത്ത വിധം ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഹസൻ അബ്ദുള്ളയുടെ വീട്ടിൻ്റെ മുന്നിൽ വന്ന് പതിക്കുന്നത്. ഒരു തകർന്നു വീണ ഡ്രോൺ ക്യാമറ പോലെ.